ഹായ് ഹലോ വ്യൂവേഴ്സ്, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഓണമൊക്കെ എത്തിട്ടായി എല്ലാവരുടെയും സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി ആയിട്ടാണ്. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു 150 ഗ്രാം ഇഞ്ചി ആവശ്യമുണ്ട്. ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതൊന്ന് ചെറിയായിട്ടൊന്ന് വറവായി വരുമ്പോഴത്തേന് നമുക്ക് അതിലോട്ട് ചെറിയുള്ളി ഇടാവുന്നതാണ്. ഇതൊരു 50 ഗ്രാം ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ്. പിന്നെ ഇതിലോട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർക്കാവുന്നതാണ്. ഇതൊരു 1/4 കപ്പ് തേങ്ങയുണ്ട് കേട്ടോ, ചെറിയ തേങ്ങ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഈ എണ്ണയിൽ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ സദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം തന്നെയാണല്ലേ. അത് തന്നെ എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ്. ചിലപ്പം അത് നമ്മുടെ വീടുകളിൽ പതിവായി ഉണ്ടാക്കുന്ന ഐറ്റം ആവാത്തതുകൊണ്ടായിരിക്കാം എനിക്ക്, പക്ഷേ ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് പുളിയിഞ്ചി എന്നൊക്കെ ആയിരിക്കും പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്ത് ഇത് ഇഞ്ചിക്കറി തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ ചിലർ തേങ്ങ ഇടുമായിരിക്കും, ചിലർ തേങ്ങ ഇടത്തില്ല. പക്ഷേ എനിക്ക് തേങ്ങ ഇട്ടുള്ളത് തന്നെയാണ് ഇഷ്ടം. പലയിടത്തു നിന്ന് പല സദ്യയിൽ നിന്ന് ഞാൻ ഇഞ്ചിക്കറി കഴിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഞ്ചിക്കറി ഈ റെസിപ്പിയാണ്. അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകും കറിവേപ്പിലയും ഇടുകയാണ്. മുളക് ഒരു 1.5 മുറി മുളകാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട. കാരണം ചപ്പാത്തി കഴിക്കാനും ബ്രെഡ് കഴിക്കാനും ഒക്കെ ഞാനത് ഉപയോഗിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഞ്ചിക്കറി. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. അപ്പം ഞാൻ വേറൊരു കടായിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് വന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇഞ്ചിക്കറിക്ക് വേണ്ട മസാലകൾ ചേർക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യം മുളക് പൊടി 1 ടീസ്പൂൺ ആവശ്യമായിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ മസാല ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളമാണ്. അതിനുവേണ്ടി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം നമുക്കിനി ഒഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനൊരു 1/4 കപ്പ് വെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി മിക്സ് കൂടെ ഇതിൽ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് തിളപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കരയോളം ഞാൻ ഇട്ടിട്ടുണ്ട്. ചിലർക്ക് 1 ടേബിൾ സ്പൂൺ മതിയായിരിക്കും. എനിക്ക് ഇച്ചിരി കൂടെ മധുരം മുന്നേ നിൽക്കണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിക്കറി. എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണ ആശംസകൾ. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.